പത്തനംതിട്ട പെരിങ്ങമലയിൽ 3 ആളുകളെയും വളർത്തുമൃഗങ്ങളെയും കടിച്ച നായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. നായ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് പേ വിഷബാധ സ്ഥിരീകരിച്ചത്. CK അഭിലാലുണ്ട്. CK അഭിലാൽ, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണല്ലോ. 3 ആളുകളെ കടിച്ചു, വളർത്തുനായ്ക്കളെ കടിച്ചു, വളർത്തുമൃഗങ്ങളെ കടിച്ചു. നായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിക്കുമ്പോൾ എത്ര പേർ ഇപ്പോൾ ചികിത്സയ്ക്ക് വിധേയരായിട്ടുണ്ട്? എന്താണ് സ്ഥിതി? പത്തനംതിട്ട നഗരകേന്ദ്രത്തിൽ നിന്നും ഏറെക്കുറെ 3 കിലോമീറ്റർ മാറി വെട്ടിപ്പുറം പെരിങ്ങമലയിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അലിഞ്ഞു തിരിഞ്ഞ് നടന്ന നായയാണ് പ്രദേശവാസികളായ 3 പേരെയും വളർത്തുമൃഗങ്ങൾ, പ്രത്യേകിച്ച് നാൽക്കാലികൾ, പശുക്കൾ അടക്കമുള്ള ഏതാനും വളർത്തുമൃഗങ്ങളെയും ഈ നായ കടിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ പേ വിഷബാധ തുടക്കത്തിലെ സംശയിച്ച നായ പിന്നീട് വാർഡംഗത്തിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തല്ലിക്കൊല്ലുകയാണ് ഉണ്ടായത്. ശരീരം പിന്നീട് തിരുവല്ല മഞ്ഞാടിയിലെ ജന്തുരോഗ നിർണയ കേന്ദ്രത്തിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ്, അതിൻ്റെ ഫലം വന്നപ്പോഴാണ് നായയ്ക്ക് സംശയിച്ചതുപോലെ തന്നെ പേവിഷബാധ ഉണ്ട് എന്നത് സ്ഥിരീകരണം വന്നിട്ടുള്ളത്. കടിയേറ്റ ആളുകളും അതോടൊപ്പം തന്നെ കടിയേറ്റ വളർത്തു മൃഗങ്ങളും അടക്കമുള്ളവയ്ക്ക് വിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ തന്നെ നായയുടെ കടിയേറ്റ ആളുകൾ ജനറൽ ആശുപത്രിയിൽ എത്തുകയും പിന്നീട് പ്രതിരോധ വാക്സിൻ്റെ ഭാഗമായ മരുന്നുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി ആളുകൾ കൂടുതൽ ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രധാനമായും സമീപകാലത്ത് പത്തനംതിട്ട ജില്ലയിലടക്കം പേ വിഷബാധ പ്രതിരോധ കുത്തിവയ്പ് എടുത്ത ആളുകൾക്ക്, പെൺകുട്ടിക്ക് അടക്കം പിന്നീട് പേ വിഷബാധ ഉണ്ടാവുകയും അത് മരണത്തിന് ഇടയാക്കുകയും ചെയ്ത സാഹചര്യം തന്നെയാണ് ആശങ്കയുടെ അടിസ്ഥാനം.